റിബലുകളെ 5 വർഷത്തേക്ക് പാർട്ടിയിൽ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. നേതൃത്വത്തെ ധിക്കരിച്ച് മത്സരിക്കുന്നവർക്ക് പാർട്ടിയുമായി ബന്ധമില്ല, അവർക്ക് പാർട്ടി വോട്ടും കിട്ടില്ല. പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് UDF സ്ഥാനാർത്ഥിയെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. സീറ്റ് വിഭജന ചർച്ചകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നണികളിൽ സാധാരണമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. ആദികടറായി ഉൾപ്പെടെ സീറ്റ് വേണമെന്ന് ലീഗ് ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവകാശവാദം ആരുന്നയിച്ചാലും പരസ്പര ചർച്ചയിലൂടെ ഉണ്ടാകുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കുകയാണ് പതിവ്. ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശമനുസരിച്ചാണ് ആദികടലായിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചത്. UDF ഒറ്റക്കെട്ടായി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അതാണ് ലീഗിന്റെയും സ്ഥാനാർത്ഥി. ആദികടലായിൽ റിബൽ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വന്ന ആളുമായി ലീഗിന്റെ ജില്ലാ നേതൃത്വം മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടി വരെ സംസാരിച്ചിരുന്നുവെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. എന്തൊക്കെ അവകാശവാദങ്ങൾ ആരുന്നയിച്ചാലും അന്തിമഘട്ടത്തിൽ സീറ്റ് വിഭജനം പൂർത്തീകരിക്കുമ്പോൾ ഒരു പരസ്പര ധാരണയിലൂടെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ആ ധാരണ തർക്കങ്ങൾ ഉണ്ടാകുന്നിടത്ത് 2020 ആരൊക്കെ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിച്ചോ അത് ഒരു മാനദണ്ഡമായി എടുത്ത് മത്സരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും പൊതു നിലപാട്. ആദികടലായിലെ വിഷയത്തിൽ ഈ ഒരു നിലപാടിലേക്കാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ വന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാർട്ടിക്ക് ഒരൊറ്റ സ്ഥാനാർത്ഥിയേ ഇവിടെയുള്ളൂ, അത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയാണ് റിജുൽ മാക്കുറ്റി. റബലായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നിലയിൽ ഞാൻ തന്നെ നേരിട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളെയും വിളിച്ചു വരുത്തി അന്തിമമായിട്ട് നമുക്ക് ഈ ഒരു നിലപാട് എടുക്കാൻ പറ്റുമെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അഭിമന്യനായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ എതിർ സ്ഥാനാർത്ഥിയോട് റബൽ സ്ഥാനാർത്ഥിയോട് നേരിട്ട് 10 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് ഇന്നതാണ്, പാർട്ടി സാദിഖ് അലി തങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി റിജുൽ മാക്കുറ്റിയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് നിങ്ങൾ മത്സരിക്കരുത്, അങ്ങനെ മത്സരിക്കുന്നത് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകന് യോജിച്ചതല്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വാരം ഡിവിഷനിലും ഒരു പ്രതിസന്ധിയുമില്ല. പാർട്ടി വിരുദ്ധരാണ് UDFനെതിരെ മത്സരിക്കുന്നത്. ലീഗിനാവട്ടെ കോൺഗ്രസിനാവട്ടെ എതിരായി വരുന്ന റബൽ സ്ഥാനാർത്ഥികൾ അവർ പാർട്ടി വിരുദ്ധരാണ്. പാർട്ടി അച്ചടക്കത്തിൻ്റെ കൂടെ നിൽക്കാത്ത ആളുകൾ. അവരെത്ര വലിയ മഹാന്മാരായാലും അന്തിമമായിട്ട് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് ബൈൻഡിങ്, ബാധകം. അതിനെതിരായിട്ട് ആരൊക്കെ നിന്നാലും അവരെയൊക്കെ നിരാകരിക്കാനും പുറംകാൽ കൊണ്ട് തള്ളാനും ആ പ്രദേശങ്ങളുടെ സമ്മതിദായകരുണ്ടാകും. പാർട്ടിയെ സ്നേഹിക്കുന്ന, ലീഗിനെ സ്നേഹിക്കുന്ന, മുന്നണിയെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും പാർട്ടിയുടെ കൂടെ അടിയുറച്ചു നിൽക്കും. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ കോർപ്പറേഷന്റെ കാലാവധി അവസാനിക്കും വരെ ഈ പാർട്ടിയുടെ ഭാഗമാകില്ല. എന്തു തന്നെയായാലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകൾ, ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നത്, ഈ കോർപ്പറേഷന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. റിബലുകൾ പാർട്ടിക്കാരല്ലെന്നും അവരെ അംഗീകരിക്കാൻ ആരും തയ്യാറാകില്ലെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.